തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനും അതോടൊപ്പം തന്നെ മറ്റു നാളത്തെയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കുന്നതിനും വേണ്ടിയിട്ട് തന്ത്രങ്ങൾ രൂപീകരിക്കുന്ന നിമിഷങ്ങളിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവമ്പാടി പഞ്ചായത്തിലാണ്. ഇവിടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ കാരശ്ശേരി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മിസ്സബ് കീഴേരൂർ, അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അതോടൊപ്പം തന്നെ തിരുവമ്പാടി പഞ്ചായത്തിലെ മറ്റ് UDFിൻ്റെ സ്ഥാനാർത്ഥികളും ഇവിടെയുണ്ട്. മിസ്സബ്, അവസാന മണിക്കൂറുകളാണ്. എങ്ങനെയുണ്ട് പ്രചരണം? എങ്ങനെയാണ് പ്രതീക്ഷകൾ? കഴിഞ്ഞ ഒരു 10-20 ദിവസമായി വലിയ പ്രചരണമാണ് UDFിൻ്റെ ക്യാമ്പിൽ നിന്ന് ഈ പ്രദേശത്തുടനീളമുള്ളത്. ജനങ്ങൾ വലിയ സ്വീകാര്യത, നിലവിലുള്ള ഇടതു ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായി ഈ ഇലക്ഷൻ മാറുമെന്ന് ഉറച്ച ആത്മവിശ്വാസം നേരിട്ട് വോട്ടർമാരെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ വലിയ സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലുമാണ്. നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന തിരുവമ്പാടി ഡിവിഷൻ LDF ആണ് നിൽക്കുന്നത്. പുതിയ ഡിവിഷനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ കാരശ്ശേരി തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ UDFിന് അനുകൂല സ്ഥലമുണ്ട്, LDFിൻ്റെ കേന്ദ്രങ്ങളുണ്ട്. എങ്ങനെയാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ? ഈ അശാസ്ത്രീയമായ വിഭജനം കേരളത്തിലുടനീളം CPMൻ്റെ ഒരു ഭരണ സ്വാധീനം വെച്ച് നടത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. നിലവിലുള്ള നിയമസഭാ സീറ്റുകളിലും അങ്ങനെയാണെങ്കിൽ പോലും കഴിഞ്ഞ ലോക്സഭാ സീറ്റിൽ മത്സരത്തിൽ 123 നിയമസഭകളിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയം നേടിയത് ഈ വിഭജനങ്ങളൊക്കെ മറികടക്കുന്ന ഒരു ജനകീയ മുന്നേറ്റം UDFിന് അനുകൂലമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും തീർച്ചയായും ഇവിടെ ഞാനിപ്പോൾ പ്രതിനിധീകരിക്കുന്ന ഈ വാർഡിൽ തിരുവമ്പാടി പഞ്ചായത്തിലാണ് ഇപ്പോഴുള്ളത്. ഇത് തിരുവമ്പാടി ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന, കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയാണ് വട്ടപ്പറമ്പിൽ മുഹമ്മദ്. ഇത് ഈ വാർഡിൽ 9ാം വാർഡിൽ മത്സരിക്കുന്ന നേരത്തെ ബ്ലോക്ക് പ്രതിനിധിയായിട്ടുള്ള ബിജു അന്നാർ മണ്ണിലാണ്. അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഞങ്ങളൊക്കെ ഒരു വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ഈ ലഭ്യമായിക്കൊണ്ടാണ് ഇന്നത്തെ അവസാനഘട്ട പ്രചരണത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തും പിടിച്ചെടുക്കും. ജില്ലാ പഞ്ചായത്ത് UDFിൻ്റെ ജില്ലാ കമ്മിറ്റി തന്നെ സാധാരണ ഇല്ലാത്ത വിധം ഒരു ഇടപെടൽ നടത്തി 28 സ്ഥാനാർത്ഥികളുടെയും സംഗമം കുന്നമംഗലത്ത് വെച്ച് നടത്തി. അതിലേറ്റവും പ്രാധാന്യത്തോടെ അവർ കാണുന്ന തിരിച്ചു പിടിക്കുമെന്നുറപ്പുള്ള ഒരു ഡിവിഷനാണ് കാരശ്ശേരി ഡിവിഷൻ. എങ്ങനെയുണ്ട് ബ്ലോക്കിലേക്കുള്ള മത്സരവും നിങ്ങളെ പ്രചരണമൊക്കെ? ബ്ലോക്കിലേക്കുള്ള മത്സരം ആദ്യം ഇവിടെ UDFിൻ്റെ ഒരു കോട്ട തന്നെയാണ്. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 19 വർഷമായിട്ട് UDFിൻ്റെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. അതുപോലെ തന്നെ ഈ ഡിവിഷൻ, തിരുവമ്പാടി ഡിവിഷൻ, ഇവിടെ മുൻകാലങ്ങളിലും ഇതിൻ്റെ മുന്നേയും ഒക്കെ UDFിൻ്റെ കോട്ട തന്നെയാണ്. അത് നിലനിർത്തും തീർച്ചയായിട്ടും. അങ്ങനെ പഞ്ചായത്തിലേക്കുള്ള മത്സരം? പഞ്ചായത്തിൽ നിലവിൽ UDF തന്നെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. മുന്നോട്ട് അവരുടെ ശേഷമുള്ള ഭരണം കിട്ടാൻ പോകുന്നതിന് മുമ്പായിട്ട് അവരുടെ രീതിയിൽ കാഴ്ചവെച്ച നല്ല വികസനങ്ങൾക്ക് തുടർച്ചയായി ഈ വരുന്ന പുതിയ ഭരണസമിതിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതിൽ വലിയ ആത്മവിശ്വാസമാണ് UDF ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ ഒരുമിച്ചും കൂട്ടായിട്ടും അതോടൊപ്പം തന്നെ ഒറ്റയ്ക്കുമൊക്കെ പോയി വോട്ടർമാരെ പരമാവധി കാണുക, ഏറ്റവും അവസാനം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ നാളെ പോളിംഗ് ദിവസത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നീ പരിപാടികളിലാണ് ശരിക്കും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഉള്ളത്. എന്തായാലും മലബാറിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം അതിൻ്റെ നിശബ്ദ പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലും നടക്കുകയാണ്. ബിബിൻ ജെയിംസിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.